തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച ആർ.എസ്.എസ്. പ്രവർത്തകൻ ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം നഗരസഭയിലെ തൃക്കണ്ണാപുരം വാർഡിലെ ആനന്ദ് കെ തമ്പിയാണ് തൂങ്ങി മരിച്ചത്. സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ച തനിക്ക് ആർ.എസ്.എസിന്റെയും ബി.ജെ.പിയുടെയും ഭാഗത്തു നിന്ന് താങ്ങാനാകാത്ത മാനസിക സമ്മർദ്ദമുണ്ടായെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. കൗൺസിലറായ തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ബി.ജെ.പിക്കെതിരെ വലിയ പ്രചരണായുധമായിരിക്കുകയാണ് ആർ.എസ്.എസ്. പ്രവർത്തകനായ ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യ ഉണ്ടായത്. അതും തൃക്കണ്ണാപുരം വാർഡ് മണ്ണു മാഫിയയ്ക്ക് തീറെഴുതിയെന്ന ഗുരുതര ആരോപണങ്ങളുള്ള ആത്മഹത്യാ കുറിപ്പോടെ. തൃക്കണ്ണാപുരത്തെ വീടിന് പിന്നിലെ ഷെഡിലാണ് വൈകിട്ട് 4:15 ആർ.എസ്.എസ്. പ്രവർത്തകനായ ആനന്ദ് കെ തമ്പി തൂങ്ങി മരിച്ചത്. ആത്മഹത്യയ്ക്ക് മുൻപ് വാട്സപ്പിലൂടെ ആനന്ദ് സുഹൃത്തുക്കൾക്ക് അയച്ച കുറിപ്പ് ബി.ജെ.പിയെയും ആർ.എസ്.എസിനെയും പ്രതിക്കൂട്ടിലാക്കുന്നു. തനിക്ക് തൃക്കണ്ണാപുരത്ത് മത്സരിക്കാനുള്ള താല്പര്യം ആർ.എസ്.എസ്. ജില്ലാ കാര്യകർത്താക്കളെ അറിയിച്ചിരുന്നതായി ആനന്ദ് വെളിപ്പെടുത്തി. എന്നാൽ ബി.ജെ.പി. സീറ്റ് നൽകിയത് മണ്ണു മാഫിയക്കാരനായ വിനോദ് കുമാറിനാണെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശമുണ്ട്. മാത്രമല്ല ബി.ജെ.പി. ഏരിയ പ്രസിഡന്റ് ഉദയകുമാർ, നിയോജക മണ്ഡലം കമ്മിറ്റി അംഗം കൃഷ്ണകുമാർ, ആർ.എസ്.എസ്. നഗരകാര്യവാഹ് രാജേഷ് എന്നിവർ മണ്ണു മാഫിയയാണെന്നും ആത്മഹത്യാക്കുറിപ്പിൽ കുറ്റപ്പെടുത്തുന്നു. ഇവർക്ക് വേണ്ടിയാണ് വിനോദ് കുമാറിന് സീറ്റ് നൽകിയത്. മണ്ണു മാഫിയയ്ക്ക് വേണ്ടി സീറ്റ് നിഷേധിച്ചതോടെ ആനന്ദ് കെ തമ്പി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ഇതോടെ ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും ഭാഗത്തു നിന്നുണ്ടായ സമ്മർദ്ദം തനിക്ക് താങ്ങാനാകുന്നില്ലെന്നും ആനന്ദ് വെളിപ്പെടുത്തി. തുടർന്ന് ഇന്നലെ വൈകിട്ട് 7 മണിയോടെ ആനന്ദ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ ചേരാൻ തീരുമാനിച്ചു. ശിവസേന സംസ്ഥാന സെക്രട്ടറി അജി പെരിങ്ങമല തിരുമലയിലെ ആനന്ദിന്റെ ഹോട്ടലിലെത്തി സ്വീകരിച്ചതിന്റെ ദൃശ്യമാണിത്. അദ്ദേഹത്തിന് അവിടെ സീറ്റ് ഉറപ്പായി നിശ്ചയിച്ചതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമ്പോൾ ഭീഷണി അദ്ദേഹത്തിന് ഉണ്ടായെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആനന്ദ് കെ തമ്പിയെ തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാക്കാൻ ശിവസേന തീരുമാനിച്ചു. തിങ്കളാഴ്ച വാർഡ് കൺവെൻഷൻ നടത്താനും തീരുമാനിച്ചിരുന്നു. ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് ആനന്ദ് ശിവസേന നേതൃത്വത്തോടും വിശദീകരിച്ചിരുന്നു. പിന്നാലെ ആനന്ദ് ആത്മഹത്യ ചെയ്തതോടെ ആരുടെ പ്രേരണ എന്ന ചോദ്യത്തിന് ബി.ജെ.പിയും ആർ.എസ്.എസും മറുപടി പറയേണ്ടി വരും. ആനന്ദിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ ബി.ജെ.പിക്കും ആർ.എസ്.എസിനുമെതിരായ ശക്തമായ അമർഷമുണ്ട്. ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകരെ തന്റെ ഭൗതിക ശരീരം കാണാൻ അനുവദിക്കരുത്, മരിക്കും വരെ ആർ.എസ്.എസുകാരനായി ജീവിച്ചതാണ് തന്നെ ആത്മഹത്യയിലേക്ക് കൊണ്ടെത്തിച്ചതെന്നും വൈകാരികമായാണ് ആനന്ദ് കെ തമ്പി കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. 16-ാം വയസ്സിൽ സജീവ ആർ.എസ്.എസ്. പ്രവർത്തകനായി സംഘടനാ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ആനന്ദ് കെ തമ്പി. എം ജി കോളേജിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായും തുടർന്ന് ആർ.എസ്.എസിന്റെ താലൂക്ക് ഉപനഗര ചുമതലകളും വഹിച്ചിട്ടുണ്ട്. പക്ഷേ ആത്മഹത്യയ്ക്ക് ശേഷം പ്രതികരിച്ച പല ബി.ജെ.പി. നേതാക്കളും പറഞ്ഞത് ആനന്ദിനെ ഓർമ്മയില്ലെന്നായിരുന്നു. ആനന്ദ് ബി.ജെ.പിയുടെ പ്രവർത്തകനല്ല. അദ്ദേഹം ബി.ജെ.പിയുടെ ഒരു ചുമതലയിലും പ്രവർത്തിച്ചിട്ടില്ല. ആർ.എസ്.എസിന്റെ പ്രവർത്തനം നേരത്തെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് പ്രവർത്തനത്തിലില്ല. അവിടുത്തെ പാർട്ടി പ്രവർത്തകനാണെന്ന് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ഫേസ് ഓർമ്മ വരുന്നില്ല. ഈ വാർത്ത ഇപ്പൊ മാധ്യമത്തിൽ വന്നപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവിടെയുള്ള ഏതെങ്കിലും പ്രാദേശിക പ്രവർത്തകൻ ആവണം. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ അറിയില്ല. ആർ.എസ്.എസ്. ബി.ജെ.പി. നേതൃനിര മണൽ മാഫിയക്ക് സംരക്ഷണം കൊടുക്കുന്നതാണെന്ന് നിങ്ങൾക്കാർക്കെങ്കിലും വിശ്വസിക്കാൻ തോന്നുന്നു? തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്തെ ആത്മഹത്യ ബി.ജെ.പിയെ വലിയ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ആനന്ദിന്റെ ആത്മഹത്യക്ക് പിന്നാലെ അദ്ദേഹത്തെ അറിയില്ലെന്ന ബി.ജെ.പി. നേതാക്കളുടെ പ്രതികരണത്തിൽ ആനന്ദിനെ അറിയാവുന്ന ബി.ജെ.പി. ആർ.എസ്.എസ്. പ്രവർത്തകർക്ക് വലിയ രോഷമുണ്ട്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.